ദുരിതങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളതാണ് ഒരു ജ്യോതിഷൻ്റെയും മാന്ത്രികൻ്റെയും താന്ത്രികൻ്റെയൊക്കെ. ഇതിനെ ആവാഹിച്ചിട്ട് ഞാൻ എടുത്ത അമ്പലത്തിൽ കൊണ്ടുപോകും. രക്ഷസ്, ബ്രഹ്മരക്ഷസ് തറവാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. എന്താ ഉണ്ട്? ഒരു ഗോത്രം മറ്റേ ഗോത്രത്തെ കണ്ട് അടിച്ചു ഓടിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. കുടുംബക്ഷേത്രവും കുലദേവതയും ഒന്ന് തന്നെയാണ്. പക്ഷെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അവസ്ഥ. കാരണം ഈ മൂലസ്ഥാനത്തിനും കുലദേവതയ്ക്കും അല്ലെങ്കിൽ പ്രധാന ദേവതയ്ക്കും തുല്യ പ്രാധാന്യം എന്നാണ് നമ്മൾ കേൾക്കാറ്. ഈ കുലദേവതയെ എങ്ങനെ കാണുന്നത്? അതായത് ഒരു മന്ത്രം പൂജിച്ചെടുത്ത് വേറൊരു മന്ത്രം, മിക്ക തറവാടുകളിലും ഈ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുലദേവതയുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ എങ്ങനെ എഫക്ട് ചെയ്യും എന്നതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയായിരുന്നു. ഈ സ്വാഭാവികമായിട്ട് കുറേ നാളുകൊണ്ട് ഇങ്ങനെ ആരോടെങ്കിലും ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമാണ്, ആരാണ് ഈ കുലദേവത? കുലദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പൊതുവേ നമ്മൾ കേട്ട് പരിചയമുള്ളൊരു കാര്യമുണ്ട്, ഈ കൗള സമ്പ്രദായം. അതെ അതെ. അപ്പം ഈ കൗളവും കുലവും ലളയോരഭേദ എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിലൊരു നിയമമുണ്ട്. അതായത് ലകാരവും ലക്കാരവും ഒരേതാണ്. കുലം എന്ന് പറയുന്നതും കുളം എന്ന് പറയുന്നത് രണ്ടും ഒന്നാണ്. ഈ കുളമാണ് മാറിയിട്ട് കൗളമായി മാറിയത്. അപ്പോൾ ഈ കുളം എന്ന് പറയുന്ന അല്ലെങ്കിൽ കുലം എന്ന് പറയുന്നതിൻ്റെ ആചരണക്രമത്തെയാണ് നമ്മൾ ശരിക്കും കൗലാചാരം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ ഇപ്പം പൊതുവേ കുലദേവതാ ക്ഷേത്രങ്ങളെല്ലാം എല്ലാ കുലത്തിൻ്റെയും കുലദേവതകൾ നശിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ പൊതുവേ കാണുന്നൊരു സംഭവമുണ്ട്, ഇതിനെ ആവാഹിച്ചിട്ട് ഞാൻ എടുത്ത അമ്പലത്തിൽ കൊണ്ടു കൊടുത്തു അല്ലേ. കുലദേവതകളെ നമ്മൾ എടുത്ത് വേറൊരു സ്ഥലത്ത് സമർപ്പിച്ചു, അല്ലെങ്കിൽ കടലിലൊഴുക്കി എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും പോവില്ല. ഒന്നാമത്തെ കാര്യം, കാരണം ഇതൊരു സ്ഥല സംബന്ധമായിരിക്കുന്നൊരു വിഷയമല്ല, നമ്മുടെ ഉള്ളിലെ പ്രാണൻ തന്നെയാണ്. അതായത് നമ്മുടെ മുതുമുത്തശ്ശന്മാരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ദേവതയെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക. ഈ മുത്തശ്ശൻ്റെ പ്രാണൻ തന്നെയാണ് ആരിലുള്ളത്, ഇപ്പോൾ ഉള്ള തലമുറയിലും ഉള്ളത്. പ്രാണപ്രതിഷ്ഠ നടത്തിയതാണ്. അതെ. അപ്പോൾ ഇത് ജനറ്റിക്കലി കണക്റ്റഡ് ആണ്, ഇത് നമ്മുടെ ഉള്ളിലാണ്. ഇനി ഇതെങ്ങനെ ഇതിൻ്റെ ഉത്ഭവം ഉണ്ടായി എന്നുള്ളതും കൂടി നമുക്ക് പരിശോധിക്കാം. അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ മനുഷ്യർ ഗോത്രവർഗമായിട്ട് താമസിച്ചിരുന്ന ആൾക്കാരാണ് അല്ലേ. ഓരോരോ ഗോത്രങ്ങളായിരുന്നു. ഒരു ഗോത്രം മറ്റേ ഗോത്രത്തെ കണ്ട് അടിച്ചു ഓടിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഈ ഗോത്രങ്ങൾ പിന്നെ നമ്മൾ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങിയപ്പം കൂട്ടുകുടുംബങ്ങളായി മാറി. ഇങ്ങനെയാണല്ലോ മനുഷ്യൻ മാറി വരുന്നത്. അപ്പോൾ എല്ലാ കുലസങ്കേതങ്ങളെടുത്താലും ഇല്ലെങ്കിൽ കുറച്ച് പ്രാചീനമായിട്ടുള്ള ക്ഷേത്രങ്ങളെടുത്താലും അവിടെ നമ്മൾ മൂലസ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാറുണ്ട്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു വിളക്കോ ഒരു വടിയോ ഒരു വാളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒന്നും ഉണ്ടായിന്ന് വരില്ല, ഒരു സങ്കല്പം മാത്രമായിരിക്കും. അപ്പോൾ എന്താണ് ഈ മൂലസ്ഥാനം? ഈ മൂലസ്ഥാനത്തിനും കുലദേവതയ്ക്കും അല്ലെങ്കിൽ പ്രധാന ദേവതയ്ക്കും തുല്യ പ്രാധാന്യം എന്നാണ് നമ്മൾ കേൾക്കാറ് അല്ലേ. അപ്പോൾ എല്ലാവരും പറയും അത് ആദ്യം ഭഗവതി നടന്നു വന്നപ്പം കാല് കഴിച്ചപ്പോൾ ഇരുന്ന സ്ഥലമാണ്, പിന്നെ ഇപ്പുറത്തേക്ക് മാറിയിരുന്നു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഥകൾ കേൾക്കാറ്. ഇത് ഒരുപാട് സ്ഥലത്തുണ്ട്. പക്ഷേ ഇതല്ല, ഗോത്രങ്ങളായിരുന്ന കാലഘട്ടത്തിൽ ഓരോ ഗോത്രത്തിനും ഒരു ഗോത്രദേവതയുണ്ട് അല്ലേ. അപ്പം ഞാനും അങ്ങും ഒരു ഗോത്രത്തിലായിരുന്നു വിചാരിക്കും, നമ്മൾ സ്പ്ലിറ്റായി രണ്ട് കൂട്ടുകുടുംബമായിട്ട് പോയി. അപ്പോൾ ഈ രണ്ടാൾക്കും ഈ ഗോത്രദേവത സ്വന്തമായിട്ടുള്ളതാണ്. നമ്മൾ രണ്ടുപേരും ഇതിനെ ആരാധിക്കും. ഇതാണ് മൂലസ്ഥാനം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പെർട്ടിക്കുലർലി എന്തെങ്കിലും ഒരു നീഡ് വേണം, അതിനുവേണ്ടി നമ്മൾ ചില ദേവതകളെ പ്രതിഷ്ഠിക്കുന്നു. ഇതാണ് കുലദേവത. അപ്പോൾ ഇതിന് രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട്. കുടുംബക്ഷേത്രവും കുലദേവത ഒന്ന് തന്നെയാണ്. കുടുംബദേവത അതെ അതെ ഒന്നാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ക്രമങ്ങൾ കോട്ടം പറ്റുന്നു. കോട്ടം പറ്റി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ പ്രശ്നവശാല കണ്ടുപിടിച്ച് അതിന് പരിഹാരം ചെയ്യുന്നു, എന്നിട്ടും റിസൾട്ടില്ല. ഇപ്പം എത്രയോ സ്ഥലങ്ങളിൽ അമ്പലമൊക്കെ പുതുക്കി പണിഞ്ഞ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല, പഴയ പോലെ ബാക്ക് ടു സ്ക്വയർ വൺ എല്ലാം അങ്ങനെ തന്നെ നിൽക്കുക. ഇപ്പോൾ എന്താണ് അതിന് കാരണം? അപ്പോൾ രണ്ട് കാരണങ്ങളായിരിക്കും. ഒന്നുകിൽ ഈ പറയുന്നതെല്ലാം തെറ്റായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റായിരിക്കും അല്ലേ. ഇപ്പോൾ ഈ പറയുന്നതൊന്നും തെറ്റാണോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന് നോക്കണമല്ലോ. അതെ. പക്ഷെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അവസ്ഥ. കാരണം അന്യമന്ത്രയജനം എന്ന് പറഞ്ഞിട്ടൊരു ദോഷമുണ്ട്. അതായത് ഇപ്പം ദുർഗ എന്ന് പറയുന്നൊരു വിധാനം, ഫോർ എക്സാമ്പിൾ ആട്ടോ പറയുന്നത്, 168 വിധാനത്തിലുള്ള ദുർഗമാരുണ്ട്. ഈ 168 ടൈപ്പ് ദുർഗയ്ക്ക് തന്നെ ഓരോ ദുർഗയ്ക്കും 2ഉം 3ഉം തരം മന്ത്രാന്തരങ്ങളുണ്ട്. മന്ത്രാന്തരം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ്സ് മന്ത്രങ്ങളുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ആചരിച്ച് വന്നിരിക്കുന്നതായിട്ടുള്ള മന്ത്രം, അതേ മന്ത്രം കൊണ്ട് തന്നെ പൂജിച്ചില്ലെങ്കിൽ അന്യമന്ത്രയജന ദോഷം വരും. കാരണം മന്ത്രം അൾട്ടിമേറ്റ്ലി ഒരു സൗണ്ട് എനർജി ആണല്ലോ അല്ലേ. അപ്പം ഈ ശബ്ദതരംഗത്തിന് പൂർവീകർ ആരാധിച്ചിരിക്കുന്നതായിട്ടുള്ള അതേ ശബ്ദതരംഗങ്ങൾ തന്നെ ആയിരിക്കണം കുലത്തിൽ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക അല്ലേ. കുലത്തിൽ ഓരോ വ്യക്തികളിലും വൈബ്രേറ്റ് ചെയ്യുന്നത് സെയിം സൗണ്ട് എനർജി ആയിരിക്കും. അപ്പോൾ ഇതിനൊരു കോട്ടം വന്നു കഴിഞ്ഞാൽ ഇത് അതുമായിട്ട് കണക്റ്റ് ആവില്ല. ഇത് ദേവതകൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഒന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ചില ആൾക്കാർ പറയും, എന്താ പറയുക, ഗുരുവായൂരപ്പൻ എന്തോ കൊടുക്കാൻ മറന്നു പോയിട്ട് പുള്ളിക്കാരൻ ചൂടായി എന്നൊക്കെ നമ്മൾ പ്രശ്നം വെച്ചിട്ടൊക്കെ ഓരോ ആൾക്കാർ പറയുന്നത് കേൾക്കാമല്ലോ. അപ്പം അതുപോലത്തെ ഒരു വിഷയമല്ല പറയുന്നത്. നമ്മൾ ഈ മന്ത്രതരംഗങ്ങൾ
ഈ മന്ത്രതരംഗങ്ങൾ കൃത്യമായി വന്നില്ല എന്നുണ്ടെങ്കിൽ അന്യമന്ത്രയജനം എന്ന് പറയുന്നൊരു ദോഷമുണ്ട്. അതായത് ഒരു മന്ത്രം പൂജിച്ചെടുത്ത് വേറൊരു മന്ത്രം, മിക്ക തറവാടുകളിലും ഈ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ തന്നെയാണ് അതിലുള്ള ഒരു കോംപ്ലക്സ്, അതിനകത്തൊരു വലിയ കോംപ്ലക്സ് ഇഷ്യൂസ് ഉണ്ട്. കാരണം ഒരു ദേവതയുടെ മന്ത്രം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം ദുർഗയാണെന്ന് കണ്ടുപിടിക്കുന്നു, വനദുർഗയാണെന്ന് കണ്ടുപിടിക്കുന്നു. ഈ വനദുർഗയ്ക്ക് തന്നെ 2-3 ടൈപ്പ് മന്ത്രങ്ങളുണ്ട്. അപ്പം ഇതിലേതാണ് പൂർവികമായി പൂജിച്ചത്, അത് കൃത്യമായി വന്നാലേ ഈ കുലവുമായിട്ട് കണക്റ്റ് ആവും. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇത് നമ്മൾ കേവലം ജ്യോതിശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ മാത്രം സഹായത്തോടു കൂടി കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. 2 നല്ല ഉപാസന വേണം. മൂന്നാമത്തത് മന്ത്രശാസ്ത്രങ്ങളിൽ നല്ല നൈപുണ്യത വേണം. തന്ത്രശാസ്ത്രത്തിൽ നൈപുണ്യനായിരിക്കണം. അങ്ങനെ ആകുന്ന സമയത്ത് തന്ത്രത്തിൽ ഇതിന് അഗതചക്ര കഥനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 51 അക്ഷരങ്ങളെ വെച്ചിട്ട് ഓരോ രാശികളിലേക്ക് കണക്ക് കൂട്ടിയിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നൊരു മെത്തേഡുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ ബീജാക്ഷരങ്ങളും ദേവതയുടെ അക്ഷരങ്ങളെ കണ്ടെത്തി കുലദേവതയെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് കൃത്യമാവും. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുലത്തെ പൂജിക്കുമ്പോൾ പ്രധാനപ്പെട്ട് വെക്കുന്നത്, ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു മാതൃപാത്രം പിതൃപാത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 പാത്രങ്ങൾ വെക്കും. ഇപ്പം അങ്ങയുടെ കുലത്തിലേക്ക് വന്നിട്ട് ഞാൻ പൂജ ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാൻ ഈ മാതൃപാത്രവും പിതൃപാത്രവും സ്ഥാപിച്ചാൽ അത് എൻ്റെ മാതൃകുലവും പിതൃകുലമായിട്ടേ കണക്റ്റ് ആവും, അല്ലേ? ഒരിക്കലും അങ്ങയായിട്ട് കണക്റ്റ് ആവില്ല. അത് എൻ്റെ കുലത്തിലേക്കേ പോവുള്ളൂ. അപ്പം നമ്മുടെ കുലദേവതയെ ആരാധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ബുദ്ധിമുട്ടായി കിടക്കുന്നിടത്തുനിന്ന് ദുരിതങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളതാണ് ഒരു ജ്യോതിഷൻ്റെയും മാന്ത്രികൻ്റെയും താന്ത്രികൻ്റെയൊക്കെ ഉത്തരവാദിത്തം. അല്ലാതെ നമ്മളിപ്പോൾ മിക്ക തറവാട്ടിലും കണ്ടിട്ടില്ലേ, അത് വേറൊരാൾ വന്നിട്ട് പൂജ ചെയ്ത് പോകും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ കുലദേവതയെ നിങ്ങൾ തന്നെ ആരാധിച്ചാലേ അതിൻ്റെ പൂർണ്ണ ഫലം എത്തുള്ളൂ. കാരണം അത് നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിന് വലിയ ക്രിയകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൃത്യമായതിൻ്റെ മന്ത്രത്തെ കണ്ടെത്തി ആ മന്ത്രം കുറച്ചൊരു ജപിച്ചാൽ മതി. പക്ഷേ ഈ അബ്രാഹ്മണന്മാരായിട്ടുള്ളവർക്ക് പല അബ്രാഹ്മണന്മാർക്കും കുലമുണ്ടല്ലോ. അല്ല, കുലമുണ്ട്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രം വീടിനോട് ചേർന്ന് തന്നെ തറവാട്ടമ്പലം എന്ന് പറയാം. അവിടെ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളായിരുന്നു അവിടെ ചാവടിക്കുള്ളിൽ കയറി അവിടെ നാന്തകമുണ്ട്, അവിടെ വിളക്ക് കത്തിക്കുന്നതൊക്കെ ഞങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞപ്പോൾ താന്ത്രിക വിധി ഉണ്ടായി. ബ്രാഹ്മണന്മാർ പൂജിച്ചാൽ മതി, മാസത്തിലൊരിക്കൽ മതി പൂജ, വിളക്ക് വെക്കൽ പോലും പുറത്തേക്ക് മാറി എന്നുള്ളത്. അപ്പോൾ താന്ത്രിക വിധിയാണ്, മാറ്റാൻ പറ്റില്ല. തന്ത്രിയാണല്ലോ പിതൃസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ നമുക്കുള്ളിലേക്ക് പ്രവേശനമില്ല. ഇപ്പോൾ വർഷാവർഷം നാന്തകം എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട്, പരിപക്വത്തായ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നാന്തകം തിരുമേനി പുറത്ത് കൊടുക്കും, എഴുന്നള്ളിച്ച് തിരിച്ചുകൊണ്ട് കൊടുക്കണം. അല്ല, ഇതിലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുലമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിപ്പം ഒരു വർഗവും മോശമാണ് നല്ലതാണെന്നുള്ളതല്ല വിഷയം. ഓരോ കുലത്തിനും ഓരോ ആചരണ രീതികളുണ്ട്. അത് ആ കുലത്തെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠമാണ്. അതിൽ മറ്റൊരു കുലത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? ഇപ്പോൾ എൻ്റെ കുലത്തിൽ ആചരിക്കുന്ന ക്രമമായിരിക്കില്ല മറ്റൊരു കുലത്തിലുണ്ടാവുക. എൻ്റെ കുലാചാരം ശ്രേഷ്ഠമാണെന്ന് ഇപ്പം ഞാൻ പറയാം, ഇപ്പം വളരെ സമൃദ്ധമായിട്ടുള്ളൊരു കുലം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലാതെ നല്ല രീതിക്ക് സാമ്പത്തിക മെച്ചമൊക്കെ ഉണ്ട്. അപ്പം മറ്റ് നശിച്ചു കിടക്കുന്നതായിട്ടുള്ള ഒരാൾക്കാർ പറയും അയാൾ ഈ ദേവതയെ പൂജിച്ചുകൊണ്ടാണ് ഗുണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പോയി ചെയ്യാം, അല്ലെങ്കിൽ ആ ദേവതയെ ആരാധിക്കാം. ഇതൊരിക്കലും ചെയ്യരുത്. അയാൾക്കത് ശ്രേഷ്ഠമായി വരുന്നത് പൂർവികമായി ആചരിച്ച് അതേ ക്രമത്തിൽ അയാൾ കൊണ്ടുപോകുന്നുണ്ടാണ്. ഇതേപോലെ നിങ്ങൾക്കും പറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കുലത്തിൽ ദേവതകളെ 100% നമ്മളാണ് ആരാധിക്കേണ്ടത്. പുറത്തുനിന്നുള്ള ഒരാൾ ആരാധിച്ചിട്ട് കാര്യമില്ല. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട വിധാനങ്ങൾ വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദുരിതാവസ്ഥയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദുരിതം പരിഹരിച്ചു കൊടുക്കാം, അല്ലേ? പരിഹരിച്ച് തിരിച്ചേൽപ്പിക്കണം. തിരിച്ചേൽപ്പിക്കാം. അതായത് ഇപ്പം ദുരിതത്തിലിരിക്കെ ആ ദേവതയെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ ദുരിതം കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. അതിപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു നശിച്ചു കിടക്കുന്ന ഒരു കുലം അല്ലെങ്കിൽ ഒരു ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയൊക്കെ നമ്മൾ രൂപീകരിക്കും. ഒരു 5 ദിവസം കഴിയുമ്പോഴേക്കും എല്ലാവരും കൂടി അടിച്ച് 4 വഴിക്ക് പോകും, അല്ലേ? പൊതുവേ കാണുന്നതല്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ, ഒരു ദുരിതത്തിലിരിക്കുന്നതിനെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ദുരിതത്തിനെ മാറ്റിയതിന് ശേഷം ഇതാണ് നിങ്ങളുടെ ദേവത, ഇതിനെ നിങ്ങൾ ഉപാസിക്കൂ, ഇതാണ് നിങ്ങളുടെ മന്ത്രം എന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് വിട്ടുകൊടുക്കുക. അവരത് കൃത്യമായി ജപിച്ച് ഉപാസിച്ച് പൂജിച്ച് വന്നാൽ പൂർവികമായ ക്രമത്തിൽ തന്നെ പൂർണ്ണമായിട്ടും അതിന് മാറ്റം ഉണ്ടാവും, നല്ല രീതിക്ക് റിസൾട്ട് ഉണ്ടാവും, പെട്ടെന്ന് തന്നെ മാറ്റം വരും. കൃത്യമായി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിനി എത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. മാതാവിന് അമ്മയ്ക്കൊരു തറവാട്ടമ്പലം ഉണ്ടാവും, കുലദേവത ഉണ്ടാവും, അച്ഛനൊരു കുലദേവത ഉണ്ടാവും. ഇതിലേതാ നമ്മൾ എടുക്കുക? ഇത് രണ്ടും എടുക്കണം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ജാതീയതയുടെ ഒരു വ്യവസ്ഥയിൽ വെച്ചിട്ടാണ് നമ്മൾ മക്കത്തായം, മരുമക്കത്തായം, ഈ സമ്പ്രദായം നമ്മൾ ഫോളോ ചെയ്തത് ജാതി വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ പറയും അമ്മയുടെ തറവാടാണ് എടുക്കുക, അച്ഛൻ്റെ തറവാട്. അമ്മയും അച്ഛനും കൂടിയാലാണ് കുലം ഉണ്ടാവുള്ളൂ, കുട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ മാതൃകുലം പിതൃകുലം ഇത് 2 കുലവും ബന്ധമായിട്ട് കിടക്കുന്നുണ്ട്.
അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് രണ്ടും നമ്മൾ സ്വീകരിച്ച് അതിൻ്റേതായിട്ടുള്ള വിധാനങ്ങൾ നമ്മൾ ആരാധിക്കുന്നതാണ് ഉത്തമം. ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാര്യം വെച്ച് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ അമ്മയുടെ ഞാൻ പറഞ്ഞല്ലോ തറവാട്ടമ്പലമുണ്ട്, കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്ഷേത്രം കുറച്ച് ദൂരെ മാറിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇടക്കാലത്ത് ഡെവലപ്പായി വന്നത് അങ്ങനെ ഇല്ല. ഈ തറവാട്ടമ്പലം ഇത് അപ്പൂപ്പൻ്റെ കാലം തൊട്ട് അത് കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞു വരിക. തറവാട്ടമ്പലം എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ, അതിപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഈ മേഖലയിലുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഇവിടെ തൃശ്ശൂർ എന്തോ ഉള്ള ഒരു ദൈവജ്ഞൻ എന്നെ വിളിച്ചു. എനിക്ക് നേരിട്ട് കാണാൻ താല്പര്യമില്ല, രോഗത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ, ശരിയാണോ എന്ന് പറയുമെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു, മുത്തച്ഛൻ്റെ കാലഘട്ടം തൊട്ട് മുതുമുത്തച്ഛൻ്റെ കാലഘട്ടം തൊട്ട് മുതുമുത്തച്ഛൻ പ്രതിഷ്ഠ ചെയ്ത ഒരു രക്ഷസ്, ബ്രഹ്മരക്ഷസ് തറവാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ട്, രക്ഷസിന്റെ പ്രതിഷ്ഠയുണ്ട് അവിടെ. അപ്പോൾ ഈ പറഞ്ഞതിൽ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ദേശദേവത, ഇപ്പോൾ അമ്മയുടെ തറവാട്ടമ്പലത്തിൽ അവിടെ ദേശം എന്ന് പറയുന്നത് കുമരഞ്ചിറ ദേവിയാണ് ദേശദേവത, ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ്. ആ ദേശദേവത പറക്കി എഴുന്നള്ളിയാൽ 14 കരകളിൽ പറക്കി പോകുന്ന ദേവിയാണ്. ആ ജീവത ഉള്ളിൽ കയറ്റി വിശ്രമിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ്. അത് ചില കുടുംബവും ചില ദേശവുമായിട്ട് ബന്ധപ്പെട്ട് ചേരുന്ന ആചാരങ്ങളെ കുറിച്ചാണ് ഇപ്പം അങ്ങ് പറയുന്നത്. അത് ആചാരങ്ങളാണ്. പക്ഷെ ഒരിക്കലും ഈ പറയുന്ന ദേവി നിങ്ങളുടെ കുലദേവതയാവില്ല. നിങ്ങളുടെ കുലവുമായിട്ടൊരു ബന്ധം അങ്ങനെ ആരും വിശ്വസിച്ചിട്ടില്ല. അല്ല ഞാൻ പറയാം, അത് ആ കുലവുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് അതിന്. അവിടെ ചില ആചാരങ്ങൾ ഉണ്ടായിരുന്നു മുമ്പ്, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളുടെ കുലദേവതയാന്ന് പറഞ്ഞു കളയും. ഇപ്പുറത്തുള്ള ദേവതയെ നമ്മൾ മറന്നുപോകും. ഞങ്ങൾക്ക് അവിടെ പാലക്കൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരം മാറി, അത് വേറൊരു കുടുംബത്തിന്റെ ആസ്തിയിൽപ്പെട്ട ക്ഷേത്രമാണ്. അവിടെയാണ് നമുക്ക് ആയില്യത്തിനും മറ്റും അവിടെ നാഗപ്രതിഷ്ഠയാണ്. അത് ഒരു തറവാട്ടിലെ സമ്പ്രദായമായിരിക്കും. അതെങ്ങനെയാണ് കണക്ഷൻ എനിക്കറിയില്ല. അത് ചിലപ്പം ഒരേ കുടുംബത്തിൽ തന്നെ 2 തുല്യ പ്രാധാന്യമായിട്ടുള്ള ദേവതകൾ ഉണ്ടാവും ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നതും ആവാം, മേ ബി ആയിരിക്കാം. അങ്ങനെയാവാം. ഇനി എന്റെ സംശയം, ഈ കുലദേവതയെ എങ്ങനെ കണ്ടെത്താം? കുലദേവതയെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ താന്ത്രിക വിധി പ്രകാരം ആ ദേവതയെ കണ്ടെത്തി അഗതചക്ര കഥനം എന്നൊക്കെ പറയുന്നത് അക്ഷരങ്ങൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായ മന്ത്രങ്ങളെ കണ്ടെത്തി നമുക്കത് കണ്ടെത്താം. വലിയ പ്രോസസ്സാണോ? കുറച്ച് വലിയ പ്രോസസ്സാണ്. അത് സ്ഫുടം ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ജ്യോതിഷവും തന്ത്രവും കൂടി ഒരേപോലെ പ്രത്യേകിച്ച് പൂജാവിധികളൊന്നും വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മൾ പ്രശ്നവശാൽ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വിധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും കുലദേവതയെ കണ്ടെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം, ഇപ്പോൾ കുറേ നാൾ മുമ്പ് അമ്മ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഈ ക്ഷേത്രത്തിൽ പോകും, നമുക്ക് നമ്മളുടേതായ മനസ്സിൽ ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഈ പൂജയ്ക്കൊക്കെയാണ് തറവാട്ടമ്പലത്തിലേക്ക് എത്തുന്നത്. ഞങ്ങൾ മാറിയിട്ടാണ്, അച്ഛൻ്റെ നാട്ടിലാണല്ലോ. അപ്പോൾ ഈ രണ്ടാമത്തെ ക്ഷേത്രം പാലക്കൽ എന്ന് പറഞ്ഞ ക്ഷേത്രം വിവാഹത്തിന് ശേഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ പോകാറുണ്ട്, വിശേഷ ദിവസങ്ങളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ അച്ഛൻ്റെ കുലദേവത ഏതാ? പക്ഷേ അതിനെക്കുറിച്ച് അച്ഛൻ്റെ കുടുംബത്തിൽ ആർക്കും അറിയില്ല. അവിടെ എങ്ങനെ അവരുടെ ആചാരങ്ങൾ പിന്തുടർന്നു പോകുന്ന ഒരു കുടുംബം അല്ല അച്ഛൻ്റെ. ക്ഷേത്രത്തിലൊക്കെ പോകും എന്നുള്ളതല്ലാണ്ട് അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞു, ശരിയാ, ഞാനിത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ആ മുത്തശ്ശനുള്ളപ്പോഴും ആ കുടുംബത്തിലുള്ള എല്ലാവരോടും ചോദിച്ചിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു കൺഫ്യൂഷനാണ്, അച്ഛൻ്റെ കുലദേവത ഏതാണെന്ന് കണ്ടെത്തണം. അവിടെ നമ്മുടെ നാട്ടിലെങ്ങനെ വീടുകളിൽ ക്ഷേത്രങ്ങൾ, ആ ആചാരക്രമത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരിക്കലും കുലദേവത ഇല്ലാതിരിക്കില്ല. എല്ലാ കുലത്തിനും കുലദേവതകളുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞിട്ട് താങ്കളെ വിളിക്കും. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ കുലദേവതയെ കണ്ടെത്താൻ വേണ്ടി അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഉള്ള കുലദേവതയെ കണ്ടെത്താൻ. അപ്പോൾ ആർക്കെങ്കിലും കുലദേവതകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചേട്ടനെ വിളിക്കും. താങ്ക് യു. നമസ്കാരം.